ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാഞ്ഞു. അപ്പം ഇന്നും രേണുസുതിയാണ് വിഷയം. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പം രേണുസുതി അല്ലല്ലോ, രേഷ്മ പി തങ്കച്ചൻ ആള് ഒഫീഷ്യലായിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ രേണുസുതി എന്നുള്ളത് മാറ്റി രേഷ്മ പി തങ്കച്ചൻ എന്നാക്കിയിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ്. കാരണം ഈ ID വെരിഫിക്കേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് മെറ്റ സമ്മതിച്ചില്ല സുതി ഇടാനായിട്ട്. മെറ്റ പറഞ്ഞു പെട്ടെന്ന് സുതി മാറ്റിക്കോ, തങ്കച്ചനാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ സുതിയെ വെട്ടിക്കളഞ്ഞിട്ട് തങ്കച്ചനാക്കിയിട്ടുണ്ട്. ഈ പൈസയുടെ കാര്യം വരുമ്പോഴത്തേക്ക് സുതിയെന്നോ ഭർത്താവെന്നോ സ്നേഹമെന്നോ ഒന്നൊന്നും ഇല്ലെന്നേ, പൈസയാണ് മുഖ്യം. അപ്പം പറഞ്ഞു വന്നത്, രേണുസുതിയാണ്. കണ്ടൻറ് ഇഷ്ടമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളും. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രേഷ്മ പി തങ്കച്ചൻ്റെ ഒരു തെറിവിളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോഴേ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് വേണം കേൾക്കാനായിട്ട്. അപ്പം നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം. തെറി വിളിച്ചോണം. എന്റെ അപ്പനെ വിളിക്കാനും എന്റെ ചേച്ചിനെ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിക്കാൻ നീ ആരാടാ? നീ എന്നെ അറിഞ്ഞിട്ടാണ് പരനാറ് ചെറ്റെ എന്റെ തന്തേനെ വിളിക്കുന്നല്ലേ നീ? എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ തന്തേനെ. എടാ പന്ന നാറ് ചെറ്റെ, നിന്റെ വീട്ടിലുള്ളവരെ തെറി വിളിച്ചോണം. എന്റെ അപ്പനെ വിളിക്കാനും എന്റെ ചേച്ചിനെ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിക്കാൻ നീ ആരാടാ? നീ എന്നെ അറിഞ്ഞിട്ടാണ് പരനാറ് ചെറ്റെ എന്റെ തന്തേനെ വിളിക്കുന്നല്ലേ നീ? എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ തന്തേനെ ഇറങ്ങി തരാൻ പറയാൻ. എടാ പൊന്നനോറി, നിന്റെ വീട്ടിൽ ഞാൻ വന്നോടാ ഇറങ്ങി തരാൻ പറയാൻ. നീയൊക്കെ വന്ന് ഇറക്കടാ ഈ വീട്ടിൽ നിന്ന്. എന്തൊക്കെ ധൈര്യം കൊണ്ട് ഇറക്കടാ ചെറ്റെ. ആരാടാ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ചേച്ചിനെ നായെന്ന് വിളിക്കാൻ? നീ ആരാടാ? ചെറ്റ നായേ. എടാ പൊന്നനോറി. സെലിബ്രിറ്റിയാ ഗൈസ്, സെലിബ്രിറ്റി. ഇമ്മാതിരിയൊക്കെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഈ സെലിബ്രിറ്റിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം തങ്കച്ചനെ പറഞ്ഞപ്പോഴത്തേക്ക് ആളിനങ്ങ് പൊള്ളി. നീ ആരാടാ എൻ്റെ പപ്പയെ പറയാൻ? എന്നെ വളർത്തി വലുതാക്കി എൻ്റെ പപ്പയെ പറയാൻ ആരാടാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയായിരുന്നു. എങ്ങോ പോവാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നേ ഈ എൻ്റെ എല്ലാമായ സുധിച്ചേട്ടനെ കുറേ ആൾക്കാർ ഈ റിയാക്ഷനൊക്കെ ചെയ്യുന്നവരും അല്ലാത്തവരും കമൻറ്റിലും ഒക്കെ വന്നിട്ട് കള്ളുകുടിയനാണെന്നും 3-4 കെട്ടിയെന്നും കുടുംബം നോക്കാത്തവനാണെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രതികരണം ഒന്നും കണ്ടില്ലല്ലോ. അത് മാത്രമല്ല, ഈ ആള് തന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, സുധിച്ചേട്ടൻ കുടുംബം ഒന്നും നോക്കത്തില്ലായിരുന്നു, എനിക്ക് പ്രാരാബ്ദങ്ങളും കടങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആള് ഇപ്പം പപ്പയെ പറഞ്ഞപ്പോഴും ചേട്ടനെ പറഞ്ഞപ്പോഴും, അതായത് ചേച്ചിയുടെ ഭർത്താവ് ചേട്ടനെ പറഞ്ഞപ്പോഴും അങ്ങോട്ട് സഹിക്കുന്നില്ല ഗെയ്സ്. ആ സുധി എന്ന് പറയുന്ന പാവം മനുഷ്യൻ മരിക്കുന്നിടം വരെ ഈ കുടുംബത്തെ മൊത്തം പോറ്റി കടക്കാരനായി അവസാനം മരിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടിയ വീട്ടിൽ താമസിച്ചു കൊണ്ട് അദ്ദേഹത്തെ നാട്ടുകാർ വന്ന് തെറി വിളിച്ചപ്പോഴും കുടുംബം നോക്കാത്തവനെന്ന് പറഞ്ഞപ്പോഴും കടം വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴും ഈ 3-4 കെട്ടിയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും എവിടെ പോയായിരുന്നു നാക്ക്? ഈ നാക്കൊന്നും ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഇപ്പം പപ്പയെ പറഞ്ഞപ്പോഴത്തേക്ക് വന്നിരിക്കുന്നു. കഷ്ടം. ഇനി അടുത്തത് കേൾക്കാം. വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനാ. നമുക്ക് അടുത്തതും കൂടെ കേൾക്കാം. ഈ ആർട്ടിസ്റ്റ് ഇടുന്ന ചെരുപ്പിന്റെ വില കേട്ടോ നിങ്ങൾ? ഇവര് തന്നെ മേടിച്ചാണ്, ഞാൻ സെലക്ട് ചെയ്തതാണ്. എത്ര വില? 35,000. അതിലും കൂടുതൽ വിലയുണ്ട്. 35,000 രൂപ ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ കേരളത്തിൽ? പിന്നെ കേരളത്തിലുണ്ട്. ഇത് കേരളത്തിൽ നിന്നാണോ പുറത്തെ കൺട്രിയിൽ നിന്നാണോന്ന് എനിക്ക് അറിയില്ല. ഷൂട്ടിന് വേണ്ടി ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. അതെ ഒരു 35,000 രൂപ ഉണ്ട് എന്തായാലും ചെരുപ്പിന്റെ. ഞെട്ടിയില്ലേ നിങ്ങൾ? ഞെട്ടിയില്ലേ? ഞാൻ ഞെട്ടി. 35,000 രൂപയുടെ ചെരുപ്പാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ഉപയോഗിക്കാറ്. ഇനി ഇവിടുത്തെ ആണോ ഇമ്പോർട്ടഡ് ആണോ എന്ന് മാത്രം അറിയത്തില്ല. കാരണം ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് മേടിച്ചതാ. ഈ ഷൂട്ടിനൊക്കെ ഇങ്ങനെ 35,000 രൂപയുടെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് കൊടുക്കുവോടെ? എനിക്കറിയില്ല. കൊടുക്കുമായിരിക്കും. ഇപ്പം ഈ രേഷ്മ പി തങ്കച്ചനായതുകൊണ്ട് 35,000 രൂപയുടെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് കൊടുക്കുമായിരിക്കും. അല്ല, നമ്മുടെ സുധിയുടെ ട്രോഫി ഇപ്പോഴും ആ കട്ടിലടിയിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്? അല്ല, അന്ന് പറയുന്നുണ്ടായിരുന്ന ഷെൽഫ് പണിയാൻ കാശില്ല, പിന്നെ ഞാൻ സ്നേഹം കൊണ്ട് ഇതെല്ലാം കൂടെ ചാക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്
എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല ഇപ്പം ഇത്രയും കാശൊക്കെ വന്നിട്ട് ഒരു ഷെൽഫ് പണിഞ്ഞ് ആ ട്രോഫിയൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ഇടാമായിരുന്നു. മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു. ദേ ഞാൻ ചാക്കിലല്ല ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടേ. നമുക്കെന്താ, അവരായി, അവരുടെ ചാക്കായി, അവരുടെ ട്രോഫിയായി, നമുക്കെന്താ ഹേ. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം കേൾക്കണ്ടേ? 6 മാസത്തിനുള്ളിൽ വീടും സ്ഥലവും വാങ്ങിച്ച് മാറാൻ പോവാണ്. മാറുമെന്ന് പറയുന്നില്ല കേട്ടോ. 6 മാസത്തിനുള്ളിൽ വീടും സ്ഥലവും വാങ്ങിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങിച്ച് വീട് പണിയും. അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ദേ കണ്ടേ. വീട്ടുകാരെയൊക്കെ ഒന്ന് ഫ്ലൈറ്റിലൊക്കെ കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം, നമുക്കത് ആലോചിക്കാം. വീട്ടിൽ നിന്ന് ഉടനെ മാറുമോ? വീട്ടിൽ നിന്ന് ഉടനെ മാറുമോ എന്ന് ചോദിച്ചാൽ ആ ഇളയ കുട്ടിക്കും മൂത്ത കുട്ടിക്കും ഒരുപോലത്തെ അവകാശപ്പെട്ട വീടാണത്. ഇളയ കുട്ടി മൈനറാണ്. അപ്പം നമ്മൾ അവനെ പിടിച്ച് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. അത് അപ്പം ആഗ്രഹത്തിൽ ആദ്യത്തേത് വീട്ടുകാരെ ഫ്ലൈറ്റിൽ കയറ്റുക എന്നുള്ളതാണ്. ഈ മറ്റേ തങ്കച്ചൻ പപ്പായെയും അമ്മയെയും ചേച്ചിയെയും ചേട്ടനെയും ഒക്കെ ഫ്ലൈറ്റിൽ ഒന്ന് കയറ്റുക എന്നാണ് ആഗ്രഹം, ആദ്യത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞ വീട്. മാറുമോ എന്ന് ചോദിച്ചാൽ ആ ഇളയ കുട്ടിക്കും മൂത്ത കുട്ടിക്കും ഒരുപോലത്തെ അവകാശപ്പെട്ട വീടാണത്. ഇളയ കുട്ടി മൈനറാണ്. അപ്പം നമ്മൾ അവനെ പിടിച്ച് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. അത് അതിൻ്റേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാനൊരു വീട് എന്തായാലും സ്വന്തമായിട്ട് ഞാൻ വെക്കും. താമസിക്കാൻ തന്നെ സ്ഥലം മേടിച്ച് ഞാൻ വെക്കും, അല്ലെങ്കിൽ ഒരു വീട് സ്ഥലവും ഞാൻ വാങ്ങിക്കും. അപ്പം വീട്ടിൽ നിന്ന് മാറില്ല ഗൈസ്, മാറില്ല. കാരണം ഇളയ കുട്ടിക്കും കൂടി അവകാശപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് മാറത്തില്ല. ഇവർക്ക് 2 പേർക്കും കൂടെ ഉള്ള വീടാണല്ലോ. പിന്നെ മാറത്തൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കും. പക്ഷേ 6 മാസത്തിനുള്ളിൽ വാങ്ങിക്കും വേറെ വീട്. അതൊന്നുമല്ല, എൻ്റെ സ്വന്തം പൈസയ്ക്ക് എന്തായാലും അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ആലോചനയാണ്. ദൈവം എന്തായാലും സാധിപ്പിച്ച് തരട്ടെ. എൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് ഫ്ലൈറ്റിലൊക്കെ. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വേറെ സ്ഥലം വാങ്ങിക്കും, അല്ലെങ്കിൽ വീട് വെക്കും, വീട് സ്ഥലവും കൂടെ വാങ്ങിക്കും. അതൊക്കെ ആഗ്രഹം പെട്ടെന്ന് തന്നെ നടക്കും എന്നാണ് പറയുന്നത്. അത് സബ്ബാണോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സബ് തുടങ്ങിയത്. നടക്കട്ടെ, സബ് തുടങ്ങിയിട്ടാണേലും അതിനകത്ത് കുറച്ചൊക്കെ കാണിച്ചിട്ടാണേലും ഇപ്പം ലക്ഷങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ 4,40,000 സംതിങ് എന്തോ വന്നിട്ടുണ്ട്. ഇനിയും കൂടത്തേ ഉള്ളൂ. 2,600 സംതിങ് ആൾക്കാർ സബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കൂടും. ഇൻസ്റ്റാഗ്രാമിനകത്തൊരു വേറൊരു ലേഡിയുടേത് കണ്ടത് 30,000 എന്തോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 30,000 സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് കയറിയിട്ടുണ്ട്. ഈ 30,000 സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഈ 2,600 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ ഈ രേഷ്മാപ്പി തങ്കച്ചന് അതൊരു വലിയൊരു എമൗണ്ടാണ്. കാരണം 2,600 എന്ന് പറയുമ്പോൾ തന്നെ 4,44,000 സംതിങ് എന്തോ വരുന്നുണ്ട്. ഇനിയും കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടും. അപ്പോൾ എന്തായാലും ഈ 6 മാസം കൊണ്ട് സുഖമായിട്ട് വീട് സ്ഥലമൊക്കെ വാങ്ങിക്കാം. സബ്സ്ക്രിപ്ഷൻ്റെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 6 മാസമൊന്നും വേണ്ട, 3-4 മാസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ വീട് സ്ഥലമൊക്കെ വാങ്ങിക്കാം. അപ്പം അങ്ങനെ എന്തായാലും നടക്കട്ടെ. എന്നാലും ആ വീട് മാറത്തില്ല. കാരണം ഇളയ കുട്ടിയുടെയും കൂടെ പേരിലുള്ളതാണല്ലോ, മാറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് മാറത്തൊന്നുമില്ല. പക്ഷേ ഈ എല്ലാവരും പറയുന്നത് കൊണ്ട്, ഇങ്ങനെ ആക്ഷേപിക്കുന്നത് കൊണ്ടായിരിക്കാം വേറെ വീട് സ്ഥലവും വേണം, സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തായാലും നടക്കട്ടെ. അപ്പോൾ ഈ നമ്മുടെ ഈ രേഷ്മാപ്പി തങ്കച്ചൻ്റെ വലിയൊരു മനസ്സും കൂടെ ഉണ്ട് കേട്ടോ. അത് പറയാനായിട്ട് ഈ രേഷ്മാപ്പി തങ്കച്ചൻ പറഞ്ഞ എന്താണെന്നറിയോ, ഈ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ പൈസയ്ക്കകത്തുനിന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിലൊന്നും ഈ ഫ്ലൈറ്റിൽ കയറുന്നതും അതൊക്കെ ആഗ്രഹങ്ങൾ, അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ. പക്ഷെ അതിൽ നിന്നും ദാനം ചെയ്യാനായിട്ട് ഈ വലിയ മനസ്സിൻ്റെ ഉടമ തയ്യാറായിരിക്കുകയാണ്. അതായത് അനാഥാലയത്തിൽ പോയി അവിടുത്തെ കുട്ടികൾക്കോ അവിടുത്തെ അന്തേവാസികൾക്ക് ആഹാരവും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഏത് പൈസയാണ്? ഈ മറ്റേ സബ്സ്ക്രിപ്ഷനകത്ത് പോയിട്ട് ഈ തുണി ഉരിഞ്ഞ് കിട്ടുന്ന ആ പൈസയില്ലേ, ആ രീതിയിൽ കിട്ടുന്ന പൈസ അപ്പോൾ ഇങ്ങനെ കുറച്ച് വിനിയോഗിക്കാമെന്നാണ് രേഷ്മാപ്പി തങ്കച്ചൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സബ്സ്ക്രിപ്ഷനിലൂടെ ശരീരഭാഗങ്ങളൊക്കെ കുറച്ച് കാണിച്ചു കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാശിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഗൈസ്, കാണാതെ പോകരുത്. വലിയ മനസ്സിൻ്റെ ഉടമയാണ് കുട്ടി, നീ വലിയ മനസ്സിൻ്റെ ഉടമയാണ്. ഈ സബ്സ്ക്രിപ്ഷനിൽ വന്ന് ശരീരഭാഗങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ തുണി ഉരിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിക്കുന്നില്ല. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് അതിനകത്ത്. കാലിന് ആരാധകർ, ചുണ്ടിന് ആരാധകർ, കണ്ണിന് ആരാധകർ, പിന്നെന്തായിരുന്നു, പിന്നെ ചെരുപ്പിന് ആരാധകർ, ചെരുപ്പ് വെച്ച് പൂജിക്കുന്ന ഭക്തൻ വരെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെയൊക്കെ ആ ഒരു ഞാൻ ആലോചിക്കുകയാണ്, ചിലപ്പോൾ ഞാലിയാൻകുഴിയിലെ ദേവിയായി മാറാം നാളെ. ഒരുപാട് ഭക്തന്മാരൊക്കെയുള്ള ഞാലിയാൻകുഴിയിലെ
ദേവി. പണ്ടൊരു സിനിമയിൽ അഞ്ജു അരവിന്ദ് നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ ചെരുപ്പൊക്കെ കൊണ്ട് പൂജിച്ച് വെക്കുമായിരുന്നു. അഞ്ജു അരവിന്ദിനെ കാണുമ്പോൾ ദേവിയായിട്ട് തൊഴുമായിരുന്നു എന്നൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കേട്ടപ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ പലർക്കും ദേവിയാണ്. ചെരുപ്പിനും കാലിനും ഒക്കെ ആരാധകരുണ്ട്, ഭക്തരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാദപൂജ ചെയ്യുന്ന, അപ്പോൾ അതുപോലെ തന്നെ അഞ്ജു അരവിന്ദിന് അന്ന് തമിഴ്നാട്ടിൽ സംഭവിച്ച ആ കാര്യമാണ് ഇവിടെ രേഷ്മ പി തങ്കച്ചന് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ മലയാളികളിലും ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ എന്ന് തെളിയിച്ചിട്ടുണ്ട്. മലയാളികളിലുമുണ്ട് ബുദ്ധി കൂടുതലുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും പാദപൂജയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല കാര്യം. അപ്പോൾ ഇന്നത്തെ രേഷ്മ പി തങ്കച്ചൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.